ബൈബിൾ ചരിത്രത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കഥയുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് തൻ്റെ മക്കൾ മരണത്തിന് വിധിക്കപ്പെടുമ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന ഒരമ്മയുടെ കഥയാണിത്. തൻ്റെ മക്കളുടെ നിർജീവ ശരീരം അഴുകിത്തുടങ്ങുമ്പോഴും പിന്മാറാതെ വേദനയോടെ നോക്കി നിൽക്കുന്ന ഒരമ്മ, റിസ്പ. പ്രൗഢഗംഭീരമായ ഇസ്രായേൽ ദേശം ശൗൽ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അയ്യയുടെ മകളായ റിസ്പ കൊട്ടാരത്തിൻ്റെ സങ്കീർണതകൾക്കിടയിൽ ജീവിച്ചിരുന്നു. രാജാവിൻ്റെ ഉപനാരി എന്ന നിലയിൽ റിസ്പയ്ക്ക് അർമോണി, മെഫിബോഷെത്ത് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അവർ തങ്ങളുടെ പിതാവിൻ്റെ പ്രക്ഷുബ്ധമായ ഭരണത്തിൻ്റെ നിഴലിൽ വളർന്നു വന്നു. ഇത് യുദ്ധത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും സമയങ്ങളായിരുന്നു. എന്നിട്ടും കൊട്ടാരത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ തൻ്റെ കുട്ടികൾക്ക് സ്ഥിരതയുടെയും സ്നേഹത്തിൻ്റെയും ബോധം നൽകാൻ റിസ്പ ശ്രമിച്ചു. ശൗൽ രാജാവിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ദാവീദ് രാജാവ് സിംഹാസനത്തിലേക്ക് ഉയർന്നു. തുടർന്ന് ഇസ്രായേൽ രാജ്യം 3 വർഷത്തോളം നീണ്ടുനിന്ന ഒരു ക്ഷാമത്തിൽ മുങ്ങി. തൻ്റെ ജനത്തിൻ്റെ നിരന്തരമായ കഷ്ടപ്പാടുകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇത്ര കഠിനമായി ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ദാവീദ് കർത്താവിൻ്റെ ആലോചന തേടി. ദാവീദിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഞെട്ടിക്കുന്ന ഒരു സത്യം കർത്താവ് വെളിപ്പെടുത്തി. 2 സാമുവേൽ 21:1 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ശൗൽ ഗിബിയോൻകാരെ കൊന്നതുകൊണ്ട് അവൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ രക്തപാതക കുറ്റമുണ്ട്. ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിന് കീഴിലായിരിക്കേണ്ട ഗിബിയോന്യർക്കെതിരായ ശൗലിൻ്റെ ക്രൂരമായ നടപടികൾക്കുള്ള ദൈവികമായ പ്രതികാരമായിരുന്നു ക്ഷാമം. ഈ ദൈവിക വെളിപാടിനാൽ പ്രേരിതനായ ദാവീദ് അനീതിക്കിരയായ ഗിബിയോന്യരുമായുള്ള ബന്ധം നന്നാക്കുവാനും ദൈവക്രോധം ശമിപ്പിക്കുവാനും തീരുമാനിച്ചു. അവരുടെ നഷ്ടപരിഹാര വ്യവസ്ഥകൾ വിനീതമായി ചോദിച്ചുകൊണ്ട് അവൻ അവരെ സമീപിച്ചു. എന്നിരുന്നാലും ഗിബിയോന്യരുടെ അഭ്യർത്ഥന ഭയാനകമായ ഒരു പുരാതന പാരമ്പര്യത്തിൻ്റെ നീതിയിലും പ്രായശ്ചിത്തത്തിലും മുഴുകിയിരുന്നു. അവർ സമ്പത്തോ വസ്തുവകകളോ അല്ല, ശൗലിൻ്റെ സന്തതികളിൽ 7 പേരുടെ ജീവനാണ് ആവശ്യപ്പെട്ടത്. അവരുടെ അഭ്യർത്ഥന ഭയാനകമായിരുന്നു. ഈ 7 പേരെയും കർത്താവിൻ്റെ പർവ്വതമായ ഗിബിയോനിൽ തൂക്കിക്കൊല്ലുവാൻ അവർ ആവശ്യപ്പെട്ടു. ശൗലിൻ്റെ ഈ സന്തതികളുടെ മൃതദേഹങ്ങൾ ഗിബിയോനിൽ കർത്താവിൻ്റെ മുമ്പാകെ പ്രദർശിപ്പിക്കണമെന്ന് അവർ നിർബന്ധിച്ചു. ഇത് മുൻകാല പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തത്തിൻ്റെ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. അങ്ങനെ റിസ്പയുടെയും അവരുടെ മക്കളുടെയും ജീവിതം കൊട്ടാരത്തിൻ്റെ ഉന്നതിയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. ദാവീദിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഗിബിയോന്യർ അവതരിപ്പിച്ച അഭ്യർത്ഥന കൊട്ടാരത്തിൻ്റെ ഇടനാഴികകളിലൂടെ അലയടിച്ചു. ഈ ദാരുണമായ വിധിക്കിരയായവരിൽ റിസ്പയുടെ 2 മക്കളും ശൗലിൻ്റെ മകളായ മേരബിൻ്റെ 5 മക്കളും ഉൾപ്പെടുന്നു. നിരപരാധികളായിരുന്നെങ്കിലും ശൗൽ ചെയ്ത കുറ്റങ്ങൾക്ക് പരിഹാരമായി തങ്ങളുടെ ജീവൻ തന്നെ അവർക്ക് നൽകേണ്ടി വന്നു. ദൈവകോപം നീങ്ങി സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിനാൽ ദാവീദ് രാജാവ് ഗിബിയോന്യരുടെ അഭ്യർത്ഥനയ്ക്ക് സമ്മതം നൽകി. ഈ വാർത്ത പ്രചരിച്ചതോടെ രാജകീയ കൽപ്പനകളുടെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങളും നിരപരാധികളുടെ ജീവിതത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനവും ഉയർത്തിക്കാട്ടപ്പെടുന്നു. ഇതുമൂലം രാജ്യത്ത് വല്ലാത്ത ഒരു പിരിമുറുക്കം ഉടലെടുത്തു. തൻ്റെ പുത്രന്മാർക്കുണ്ടായ ഈ ഭയാനകമായ വിധിയെക്കുറിച്ചറിഞ്ഞപ്പോൾ റിസ്പയുടെ മനസ്സ് തകർന്നുപോയി. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുവാനുമുള്ള രാജാവിൻ്റെ ഈ കൽപ്പന
തൻ്റെ മക്കളുടെ ജീവൻ നഷ്ടപ്പെടുത്തുമെന്ന സത്യം അഭിമുഖീകരിക്കുവാൻ ആവാതെ അവൾ നെടുവീർപ്പിട്ട് കരഞ്ഞു. കൊട്ടാരത്തിനുള്ളിലെ അവളുടെ സ്ഥാനം തീരെ ചെറുതായിരുന്നു. രാജാവിൻ്റെ തീരുമാനത്തെ എതിർക്കുവാനോ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുവാനോ ഉള്ള അവകാശം അവൾക്കുണ്ടായിരുന്നില്ല. ഇതെല്ലാം അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു. ഈ സംഭവത്തിൻ്റെ വൈകാരിക ആഴം അഗാധമായിരുന്നു. ഒരു വശത്ത് ഒരിക്കൽ ശൗലിനോട് വിശ്വസ്തനായിരുന്നെങ്കിലും തൻ്റെ രാജ്യത്തെയും ജനങ്ങളെയും ദൈവക്രോധത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടതിന് സൗളിൻ്റെ വംശപരമ്പരയെ തന്നെ ഇല്ലാതെ ആക്കേണ്ടുന്ന അവസ്ഥയിൽ ദാവീദ് എത്തി നിൽക്കുന്നു. മറുവശത്ത് റിസ്പ തന്നെയും മക്കളെയും സംരക്ഷിക്കേണ്ട കൊട്ടാരം തന്നെ അവരെ ഉപേക്ഷിച്ചതിൻ്റെ വേദനയുമായി നിൽക്കുന്നു. ആ ദാരുണമായ ശിക്ഷ നടപ്പാക്കുന്ന ദിവസം പ്രകൃതി പോലും സ്തംഭിച്ചു നിന്നു. ആ നാടിനെ ശാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി നിരപരാധികളായ ആ യുവാക്കൾ ബലിയർപ്പിക്കപ്പെടുന്നു. ദുഃഖത്താൽ തളർന്നു പോയെങ്കിലും തൻ്റെ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ അവരെ വധിക്കുന്നിടത്തേക്ക് ആ അമ്മയും എത്തിച്ചേർന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ധാർമ്മികതയെ നിശബ്ദമായി ചോദ്യം ചെയ്തുകൊണ്ട് ഗിബിയോന്യർ അവിടെ സംഘടിച്ചു. അർമോനിയും മെഫീബോഷെത്തും മറ്റു പുരുഷന്മാരോടൊപ്പം വധിക്കപ്പെടുമ്പോൾ റിസ്പയുടെ ലോകം തകർന്നടിഞ്ഞു. അവളുടെ ഹൃദയഭേദകമായ അവസ്ഥ ആർക്കും കണ്ടു നിൽക്കാനായില്ല. അവരുടെ മരണം ആ രാജ്യത്തെ ഏതാണ്ട് നശിപ്പിച്ച ഒരു ശാപത്തിൻ്റെ അവസാനത്തെ കൂടി സൂചിപ്പിക്കുന്നു. കഠിനമായ വധശിക്ഷയുടെ പശ്ചാത്തലത്തിൽ തൻ്റെ മക്കളുടെയും മറ്റ്5 പേരുടെയും ചേതനയേറ്റ ശരീരങ്ങൾക്ക് കൊയ്ത്തുകാലത്തിൻ്റെ ആരംഭം മുതൽ മഴക്കാലം വരെ പാറമേൽ ചാക്ക് വിരിച്ച് അവൾ കാവൽ കിടന്നു. തൻ്റെ മക്കളുടെ ജീർണ ശരീരങ്ങൾ കരയിൽ നിന്ന് പോകാൻ വിസമ്മതിച്ച അവൾ പക്ഷികളെയും വന്യമൃഗങ്ങളെയും നിർഭയമായി ഓടിച്ചുകൊണ്ട് തൻ്റെ മക്കളുടെ അവശിഷ്ടങ്ങൾ അവഹേളിക്കപ്പെടുന്നത് തടഞ്ഞു. അക്കാലങ്ങളിൽ ഒരു മൃതശരീരം ജീർണിച്ചു കിടക്കുന്നതും വന്യമൃഗങ്ങളാൽ നശിപ്പിക്കപ്പെടുന്നതും അപമാനത്തിൻ്റെയും ശാപത്തിൻ്റെയും സൂചനയായി കണക്കാക്കപ്പെട്ടിരുന്നു. ദിവസം തോറും പ്രഭാതത്തിൻ്റെ ആദ്യ വെളിച്ചം മുതൽ സന്ധ്യാനക്ഷത്രം മങ്ങുന്നതുവരെ റിസ്പ അവരുടെ അരികിൽ നിന്നു. അവളുടെ സാന്നിധ്യം നിശബ്ദമായ പ്രതിഷേധമായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളുമായി. മലമുകളിൽ താമസിക്കുന്നതിൻ്റെ ശാരീരിക വെല്ലുവിളികൾ മാത്രമല്ല, മരണപ്പെട്ട തൻ്റെ മക്കളെ നിരീക്ഷിക്കുന്നതിൻ്റെ വൈകാരിക പീഡകളും അവൾ അഭിമുഖീകരിച്ചു. എന്നിട്ടും അവളുടെ ദൃഢനിശ്ചയത്തിന് യാതൊരു കുലുക്കവും സംഭവിച്ചില്ല. റിസ്പയുടെ ഈ പ്രവർത്തനങ്ങൾ അവളുടെ അഗാധമായ സ്നേഹത്തെയും അർപ്പണബോധത്തെയും വെളിപ്പെടുത്തുന്നു. അവളുടെ ഈ പ്രവൃത്തികൾ സമൂഹത്തിന് അകത്തും പുറത്തും പ്രതിധ്വനിച്ചു. റിസ്പയുടെ പ്രതിഷേധത്തെക്കുറിച്ചുള്ള ഈ വാർത്ത ഒടുവിൽ ദാവീദ് രാജാവിൻ്റെ ചെവികളിലെത്തി. അവളുടെ ദുരിതപൂർണമായ ഈ പ്രവൃത്തികൾ കണ്ട് ദാവീദ് അവളുടെ ദുഃഖത്തിലുള്ള തൻ്റെ പങ്കോർത്ത് ഒരുപക്ഷെ വിഷമിച്ചിരിക്കാം. മറുപടിയായി ഈ അനീതി തിരുത്താൻ ദാവീദ് നടപടി സ്വീകരിച്ചു. മരിച്ച എല്ലാവരുടെയും അസ്ഥികൾ വീണ്ടെടുക്കുവാനും കുടുംബക്കല്ലറയിൽ അവർക്ക് ശരിയായ സംസ്കാരം നടത്തുവാനും ഉത്തരവിട്ടു. ഈ പ്രവൃത്തികൾ അവർക്ക് ശരിയായ ശവസംസ്കാരം നൽകുന്നതിന് മാത്രമല്ല, അവരുടെ മാന്യതയ്ക്കും റിസ്പയുടെ ശാശ്വത സ്നേഹത്തിനും പരസ്യമായ അംഗീകാരമായി മാറി. ദാവീദിൻ്റെ ഈ പ്രവൃത്തി ദൈവത്താൽ അവഗണിക്കപ്പെട്ടില്ല. വധിക്കപ്പെട്ട സാവൂളിൻ്റെ പിൻഗാമികളുടെ ശവസംസ്കാരം ആദരവോടെ നടത്തിയ ശേഷം ദൈവം ഇസ്രായേൽ ദേശത്തു നിന്നും ശാപമെടുത്തു മാറ്റുകയും അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തതായി എഴുതപ്പെട്ടിരിക്കുന്നു.
ആകാശം തുറന്ന് മഴ പെയ്യിക്കുകയും ദേശത്തെ ബാധിച്ച വരൾച്ച അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത് ഇസ്രായേൽ ദേശത്ത് നിന്ന് ദൈവം ക്ഷാമത്തെ എടുത്തു മാറ്റിയതിനെ സൂചിപ്പിക്കുന്നു. റിസ്പ അനുഭവിച്ച വേദനയും നഷ്ടവും യുദ്ധങ്ങളെക്കാളും നീണ്ട വരൾച്ചകളെക്കാളും വേദനാജനകമായിരുന്നു. ഏതൊരമ്മയും ചെയ്തതുപോലെ മുൻഗാമികളുടെ കുറ്റത്തിന് എന്തിന് നിരപരാധികളായ തൻ്റെ മക്കളുടെ ജീവൻ പണയം വെക്കേണ്ടി വന്നുവെന്ന് അവളും ചോദിച്ചേക്കാം. എങ്കിലും അവളുടെ നിശബ്ദമായ ദുഃഖവും നിശ്ചയദാർഢ്യമുള്ള ചെറുത്തുനിൽപ്പും സാമൂഹ്യ മാറ്റത്തിനുള്ള ഉത്തേജകമായി മാറി. അധികാരികളെയും അധികാരത്തിന് മത്തുപിടിച്ചവരെയും മാറ്റുവാൻ, ചിന്തിപ്പിക്കുവാൻ റിസ്പയുടെ ഈ പ്രവൃത്തി ഒരു കാരണമായി മാറി.